അവൾ വലതുകാൽ വെച്ച് കയറിയത് ഈ കുടുംബത്തിലേക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലേക്ക് കൂടിയാണ്. അവളുടെ പുഞ്ചിരിയിൽ വിരിഞ്ഞത് സ്നേഹത്തിന്റെ പൂക്കാലം തന്നെയാണ്. കൈപുണ്യത്തിന്റെ മറ്റൊരു പേരും അവൾ തന്നെ. ജീവിതം ഇത്രയും സുന്ദരമാണെന്നറിഞ്ഞതും അവളിലൂടെ തന്നെയാണ്. ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈങ് യുവർ ലൈഫ്. സർക്കാർ സ്കൂളുകളിൽ പിടിഎകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച ഏകീകൃതമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പിടിഎകളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറക്കും. നിരവധി പരാതികൾ പിടിഎകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരന്തരം സർക്കാരിന് ലഭിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പഠനവും ശുചിത്വവും അധ്യാപന മികവും ആയിരിക്കും അടുത്ത അധ്യയന വർഷത്തെ പ്രധാന ലക്ഷ്യം. പ്രവേശനോത്സവത്തിന് മുമ്പായി മുഴുവൻ അധ്യാപകർക്കും ഇതിനുള്ള പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പുല്ലുവഴി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിടിഎ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട്. ചില സ്ഥലങ്ങളിൽ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ സ്കൂളിന്റെ പൊതു നടത്തിപ്പിന് സഹായമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന പിടിഎ ഉണ്ടാവാം. മറ്റു ചില സ്ഥലങ്ങളിലാണെങ്കിൽ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ വിചാരിക്കുന്നത് അവരാണ് പ്രിൻസിപ്പൾ, അവരാണ് ഹെഡ് മാസ്റ്റർ എന്നാണ് അവർ വിചാരിക്കുന്നത്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. പിടിഎയുടെ ഉത്തരവാദിത്തം മാത്രം നിർവഹിച്ചാൽ മതി എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിടിഎയുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഒരു സർക്കുലർ ഇറക്കുന്നതാണെന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അസോസിയേഷൻ പ്രസിഡന്റ് ആർ എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പിജി തന്നെയാണ് പറഞ്ഞത്, ഏകതത്തിലേക്ക് പോയാലോ ഇവിടെ ഒരു ട്രക്കിന്റെ നിനക്ക് മുന്നോട്ട് പോരാമോ എന്നതിനോടൊരു സമ്മർദ്ദത്തിൽ ആവശ്യപ്പെട്ടു. പിജി പറയുന്ന പോലെ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. അന്നും അതെ, ഇന്നും അതെ, എപ്പോഴും അത് തന്നെയാണ് എൻ്റെ ഒരു എല്ലാം. അപ്പോൾ ആ പിജി പറഞ്ഞനുസരിച്ച് ഇവിടെ ഈ സ്കൂളിലും ദീർഘകാലം ജോലി ചെയ്തു, റിട്ടയർ ചെയ്തു. അതിനുശേഷം ഈ സ്കൂളിൻ്റെ ഒരു ഭാഗമാകുവാൻ കഴിയുക എന്നുള്ളത്, ഒരു സംഘടനയുടെ ഭാഗമാകാൻ കഴിയുക, അതിൻ്റെ ഒരു കമ്മിറ്റി മെമ്പറായാലും മതി, എനിക്കിപ്പോൾ അതിൻ്റെ പ്രസക്തമൊന്നുമല്ല. എന്നാൽ ഈ സ്കൂളിനെ എപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങളെപ്പോലെ തന്നെ എന്നാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും മനസ്സിൽ ആരാധിക്കുകയും എല്ലാം ചെയ്യുന്ന ആ പ്രഗത്ഭ വ്യക്തികളുടെ നേതൃത്വത്തിൽ പടുത്തുയർത്തിയ സ്കൂളിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി എത്തിച്ചേർന്നു എന്നുള്ളത് അതിനേക്കാൾ ഏറെ സന്തോഷം വക നൽകുന്ന ഒന്നാണ്. എൽദോസ് കുന്നപ്പള്ളി എംഎൽഎ, പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദ മോഹൻ, ദീപ ജോയ്, മിനി നാരായണൻകുട്ടി, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഹണിബി അലക്സാണ്ടർ, പാർവതി ദേവി ശിവൻകുട്ടി, സി പ്രഭാകരൻ പിള്ള, എസ് മനോജ, എ ശിവരാജൻ, സ്മിത താരു, എ കൃഷ്ണൻ, ജി കൃഷ്ണകുമാർ, സി എസ് ദേവസി, വി എം ഉണ്ണി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. Bobby Chamanur International Jeweler.